ക്വാമി പെപ്പറേയും കമൽജിത് സിംഗിനെയും ഇഷാൻ പണ്ഡിതയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് കളഞ്ഞു. ഇനി അടുത്തത് ആരെന്ന ചോദ്യത്തിന് അഡ്രിയാൻ ലൂണയുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും ലൂണയെ പറ്റിയുള്ള കൂടുതൽ വ്യക്തത ഈ ആഴ്ച തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കാറ്ററുടെ സിസ്റ്റത്തിൽ ലൂണയ്ക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടാണ് ലൂണയെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പഴയ ഫോമിലേക്ക് ലൂണ ഉയരാത്തതും ഇതിന്റെ കാരണമാകുന്നു. പക്ഷേ ഇവാനുക്കോവിച്ചിന്റെ കീഴിൽ ലൂണ മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസണിൽ മിക്കൽ സേറയുടെ കീഴിൽ ലൂണയ്ക്ക് അധികം തിളങ്ങാൻ സാധിച്ചിരുന്നു. ലൂണയ്ക്ക് നന്നായിട്ട് ഒരു റോൾ മിക്കൽ സേറ സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു. കൂടുതലും നോവ സദുവയായിരുന്നു മിക്കൽ സേറ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ കൊടുത്തത്. കാറ്റാലയും നോവ സദുവയെ തന്നെയാണ് ഉന്നം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലൂണയെ കാറ്റാലയ്ക്ക് ആവശ്യമില്ലാത്തത്. അഡ്രിയാൻ ലൂണ വന്നതിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ കൂടുതൽ ക്രിയേറ്റീവ് ആയത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ അത്ര വേണ്ട കാര്യം ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ലൂണയെ സ്വന്തമാക്കാൻ ഐഎസ്എൽ ക്ലബ്ബുകളായിട്ടുള്ള മുംബൈ സിറ്റി എഫ്സിയും FC ഗോവയും രംഗത്തുണ്ട്. ഇവരിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ലൂണയെ സ്വന്തമാക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ലൂണ പടിയിറങ്ങുകയാണെങ്കിൽ ലൂണയുടെ പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഇത്ര പ്രയാസമുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യേണ്ടി വരും. 2023-24 സീസണിൽ പകുതിക്ക് ലൂണയ്ക്ക് പരിക്ക് പറ്റിയതിനു ശേഷം ലൂണ പഴയ ഫോമിലേക്ക് എത്താത്തതും ഒരു നിരാശപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ സീസണിൽ ലൂണ 6 അസിസ്റ്റ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നു. ലൂണ മധ്യനിരയിലെ എല്ലാ ഭാഗത്തും കഴിഞ്ഞ സീസണിൽ നല്ല കമ്മിറ്റ്മെന്റോട് തന്നെയാണ് കളിച്ചത്. അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ വന്ന സമയത്ത് അൽവാരോ വാസ്കസും ഡൈസും ലൂണയ്ക്ക് കൂട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രിയോ വണ്ടൻ വിജയം തന്നെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ നോവ സദോയി വന്നതോടുകൂടി ലൂണയുടെ ഒരു റോൾ സിസ്റ്റത്തിൽ നിന്ന് പോയി കഴിഞ്ഞു. വരുന്ന പരിശീലകർ ലൂണയ്ക്ക് തങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു റോൾ കൊടുക്കാത്തതാണ് പ്രധാന കാരണം. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ലൂണ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകണമെന്നാണ് പറയുന്നത്. എന്തായാലും ടീമിനാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ തന്നെയാണ്. എന്തായാലും ലൂണയെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടാനാണ് സാധ്യതകൾ കാണുന്നത്. എന്തായാലും ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം.